മഹാനായ നമ്മളുടെ ദേശോത്സവം മാത്രമല്ല, അഭിമാനവും ഒരു ചെറിയ അഹങ്കാരം കൂടിയാണ് ഓണം, അല്ലേ? ഇന്ന് കൊച്ചു ടിവിയുടെ ഓർപ്പോയിറോ ഓണം സ്പെഷ്യൽ എപ്പിസോഡ്. ഞാനും ഒരു കോമ്പയറാണ്, എന്നെയും കൂടെ ഇടയ്ക്ക് പരിഗണിച്ചാൽ നല്ലതായിരിക്കും. എന്തായാലും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം പറയാൻ എന്തുകൊണ്ടും കുറച്ച് ഒരു അർഹത കൂടുതൽ എനിക്ക് തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ശാസ്താംകോട്ടയിലെ ഏഞ്ചൽ കിഡ്സ് പ്രീ സ്കൂളിലാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ കൊച്ചു കൂട്ടുകാരും അങ്കിൾമാരും ആൻറ്റിമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും നമ്മുടെ കൊച്ചു ടി വിയിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ആർപ്പു ഇറോയുടെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഓണക്കാലത്ത് ഓണപ്പാട്ട് പോലെ തന്നെ പ്രധാനമാണ് നാടൻ പാട്ടും. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർ നാടൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ കേൾക്കാൻ റെഡിയല്ലേ? എന്നൊന്ന് നല്ലൊരു കൈഡി കൊടുത്തേ, നല്ല ഉഷാറായിട്ടൊരു കൈഡി കൊടുക്കുക. അതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്ത് ടീച്ചേഴ്സും പാരൻസും ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കൈയടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നാടൻ പാട്ട് കേൾക്കാം, അല്ലേ ആതിര? ഓക്കെ. കൊച്ചു കൂട്ടുകാരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് എല്ലാ നാടും പാട്ടുകളും കൂടെ മിക്സ് ചെയ്തൊരു നാടൻ പാട്ടാണ് നമുക്ക് തന്നത്. എല്ലാവർക്കും വേണ്ടി നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൈയടിയേക്കാൾ കൂടുതലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അത് ഇവർ വിചാരിക്കും സമ്മാനമാണെന്ന്, അല്ല, ഗിഫ്റ്റും സമ്മാനം ഒന്ന് തന്നെയാണല്ലേ. എന്തായാലും നമുക്കൊന്ന് ഉറക്കെ പറയാം, ആർപ്പോ അതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികളുടെ കരുത്താണ് ഇവിടെ കണ്ടത്. എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് പാടി. ഇവിടെ വലിയൊരു വൃത്തമൊക്കെ കാണുമ്പോൾ, ഏകദേശം വൃത്തമൊക്കെ പോലെ തന്നെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. എന്തായിരിക്കും? ഒരു തിരുവാതിര കളി തന്നെയാണ്. സാധാരണ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് കളിക്കുന്ന തിരുവാതിര ഇവിടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർ പട്ടുപാവാടയൊക്കെ ഇട്ട് വളരെ സുന്ദരി കുട്ടികളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു വാവയുടെ പേര് ചോദിക്കാം. വാവയുടെ പേരെന്താ? ഇന്ന എന്നാണ് വാവയുടെ പേര്. അപ്പോൾ ഇവിടെ എല്ലാ കുട്ടികളും വളരെ സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ റെഡിയാണോ? യെസ് ഓർ നോ പറഞ്ഞേ. യെസ് ഓർ നോ പറയാൻ പറഞ്ഞപ്പോൾ യെസ് ഓർ നോ എന്ന് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട്. എന്തായാലും കൊമ്പൊക്കെ കെട്ടിയ സുന്ദരിയാണ്. അപ്പോൾ നമുക്ക് കൊച്ചു കൂട്ടുകാരുടെ തിരുവാതിര കളി കാണാം. ആർപ്പോ ഹീറോയിൽ നല്ലൊരു കൈയടി ആവട്ടെ, ഒപ്പം നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ തിരുവാതിരയും.
അടിപൊളിയായിരുന്നൊരു തിരുവാതിരയായിരുന്നു. വൃത്തമാണോ ത്രികോണമാണോ ചതുരമാണോ ഒന്നും അറിയില്ലായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നില്ലേ? അതെ, അതെ, കളിക്കാതെയല്ല. അയ്യോ, എന്ത് ചെയ്യണോ? എന്താ പറയാ, നമ്മുടെ ഒരു സീരിയലില്ലേ, എന്റെ അമ്മയെ കണ്ടോ, എന്റെ മോളെ കണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ എന്റെ പേരനെ കണ്ടോ എന്ന് ചോദിച്ച പാവം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ആൾക്കൂട്ടത്തിൽ ഏറ്റവും കൊച്ചു സുന്ദരിയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഡാൻസ്, ഈ തിരുവാതിര പഠിപ്പിച്ച ടീച്ചറിന്റെ പേരെന്താ? അഞ്ജു മാം. അഞ്ജു മാമിന് നല്ലൊരു കൈയടി തന്നെ നമ്മൾ ഈ അവസരത്തിൽ കൊടുക്കണം. കാരണം ഈ കുരുന്നുകളെ ഇത്രയും മനോഹരമാക്കി പഠിപ്പിച്ചെടുത്തതിന്. ആൻഡ് ഇവർക്ക് നമുക്കൊരു 6 രൂപ കൊടുത്തില്ലെങ്കിൽ പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരർത്ഥവും ഇല്ലാതെ പോകും. അപ്പോൾ ഉറക്കെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ആർപ്പോ. വഞ്ചി വന്നു, വഞ്ചിക്കാരും വന്നു. ഇനി അടുത്ത എന്താണെന്നറിയില്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇനി ഒരു വഞ്ചിപ്പാട്ട് തന്നെയാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇവിടെ കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ഇവിടെ ഒരു വഞ്ചിയുടെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ട് വഞ്ചിപ്പാട്ടിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആർപ്പോ ഇറോയിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വഞ്ചിപ്പാട്ട്. ഒരു നല്ലൊരു കൈയടി തന്നെ നമ്മുടെ കൊച്ചു മിടുക്കന്മാർക്ക് നമുക്ക് കൊടുക്കാം. പാട്ടും താളവും എല്ലാം മറന്ന് അവർ അടിപൊളിയായിട്ട് തുഴയായിരുന്നു. 2-3 പേര് എന്തോ കുറച്ച് ഇവർ ചെയ്യട്ടെ വള്ളം പൊക്കോളുമായിരുന്നു. അതെ, അങ്ങനെയാണല്ലേ അന്ന്. അതുകൊണ്ട് തന്നെയായിരുന്നു തോന്നുന്നു അവർ തുഴയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രണ്ടിലുള്ളവരൊക്കെ അടിപൊളിയായിട്ട് തുഴഞ്ഞു പോയി. നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മുടെ ബാക്കിലെ കൊച്ചു കൂട്ടുകാരിമാരൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് ആർപ്പോ ഇറോ 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 എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് തിത്തിത്താര തിത്തിത്തി എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത്. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ തിരുവാതിരകൾ കണ്ടു, പാട്ട് കേട്ടു, നാടൻ പാട്ട്, ഓണപ്പാട്ട് എല്ലാം കേട്ടു. പക്ഷെ ഒരാളുടെ കുറവില്ലേ ഇവിടെ? ഉണ്ടല്ലോ. അതെ, ഇവര് ഉണ്ടെന്ന് പറയുന്നത്. ആരാ ചേച്ചി ഇവിടെ കുറവായിട്ടുള്ളത്? ചേച്ചി ഒന്ന് പറഞ്ഞേ. മാവേലിയുടെ കുറവുണ്ട്. പക്ഷെ ഇവിടെ എങ്ങും മാവേലി വരാമെന്ന് സമ്മതിച്ചതാണ്. ഇവിടെ നമ്മുടെ മാവേലി ഇവിടെ
അതാ ഇവിടെ കൊമ്പൻ മീശയൊക്കെ വെച്ച് നല്ലൊരു മാവേലി തമ്പുരാൻ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവേലി മന്നൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ കൊച്ചുകുട്ടികളുടെ നാടൻ പാട്ട് കേട്ടു, വഞ്ചിപ്പാട്ടുണ്ടായിരുന്നു, തിരുവാതിര ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അമ്മമാരുടെ ഒരു തിരുവാതിര കാണാം. രാമദേവൻ പള്ളി വിട്ട് എഴുന്നള്ളത്ത് അതു നേരമമ്മമാർ മൂവരുമായി ഒരുമിച്ച് സീതയോടു സരസമായി പറഞ്ഞി വണ്ണം അരക്കന്റെ രൂപഗുണം ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞങ്ങൾക്കതു മായയാലെ കാണണം സീതേ. അതു ഞാൻ വരയ്ക്കയില്ല രാമദേവൻ അറിയുമ്പോൾ വധിക്ക ലക്ഷ്മണ എന്ന് അരുളി ചെയ്യും. അതിനിതും വിടരില്ല നിനക്കു ഞങ്ങളുമുണ്ട്, ഞങ്ങൾക്കതു മായയാലെ കാണണം സീതേ. അതു നേരം സീതാദേവി ചെങ്കല്ലും മലകയുമായി അരക്കന്റെ രൂപഗുണം വരച്ചു കാട്ടി. 10 തല 20 കരങ്ങളും വരച്ചിട്ട് കരങ്ങളിൽ പല പല ആയുധങ്ങളും അരക്കന്റെ രൂപഗുണം കണ്ടിട്ടമ്മമാരും ഭയപ്പെട്ടു. ആ പലകരം കൊണ്ടു മറിച്ചു വച്ചു. രാമദേവൻ വേട്ടയാടി കുളിച്ചു ശുദ്ധിയും ചെയ്തു. ദേവാലയത്തിനായി തങ്ങിയിരിക്കും നേരം അപ്പലക തുള്ളി തുള്ളി മന്ത്രമന്ത്രം പിഴച്ചപ്പോൾ അപ്പലക കരം കൊണ്ടു മറിച്ചു നോക്കി. ആരാണെന്റെ അമ്മമാരെ പലകമേൽ വരച്ചത്, ഞങ്ങളാരും അറിഞ്ഞില്ല ശ്രീരാമദേവ. സീതാദേവി അറിയാതെ മറ്റാരും വരയ്ക്കയില്ല, അവൾക്കതിനാശയൊട്ടും കുറഞ്ഞിട്ടില്ല. അഭിഷേകം കഴിഞ്ഞങ്ങു സുഖമായി ഇരിക്കുമ്പോൾ രാമദേവൻ പള്ളി വിട്ട് എഴുന്നള്ളത്ത് എല്ലാവരും നന്നായിട്ട് കളിച്ചു. താങ്ക് യു സോ മച്ച്. എത്ര ദിവസം കൊണ്ടാണ് ഈ തിരുവാതിര ഒന്ന് പഠിച്ചെടുത്തത്? 2 ദിവസം കൊണ്ട്. അപ്പോൾ ഇവർക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. ഇനി ഈ നിൽക്കുന്ന വീട്ടമ്മമാരോട് തന്നെ ഒരു കുഞ്ഞു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കണിക്കൊന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വീട്ടമ്മമാർക്ക് മാത്രമല്ല എല്ലാവർക്കും പങ്കെടുക്കാം. കണിക്കൊന്ന ആർത്തിക്കറിയില്ലേ? പിന്നെ അറിയാലോ. അറിയാം. വിഷുവിനാണ് കണിക്കൊന്നകൾ നമ്മൾ കൂടുതലായിട്ടും നമുക്കുള്ളത്. പക്ഷെ എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കാം. കണിക്കൊന്ന ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യം ഏതാണ്? രാജ്യം എല്ലാവരും ചാടിക്കേറി കയറുമെന്ന് പറഞ്ഞു. ഞാൻ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം. കണിക്കൊന്ന ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യം ഉത്തരം അറിയോ? എനിക്കറിയോ? എനിക്കറിയില്ല. ഇവിടെ അറിയോ? ശ്രീലങ്കയൊന്നും അല്ല. അയ്യോ, അവിടെ വരെ പോയല്ലേ. ഒന്ന് ഓരൊക്കെ മറുപടി പറഞ്ഞേ. കറക്റ്റ് ആൻസർ ആണ്. തായ്ലൻഡ് ആണ്. കറക്റ്റായിട്ട് ഉത്തരമാണ്. ടീച്ചർ മുന്നോട്ട് വന്നേ. കൺഗ്രാജുലേഷൻസ് ചേച്ചി. നമ്മുടെ ഓണസമ്മാനം എന്താണ്? ആർപ്പോ അതന്നെ ചേച്ചിക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായി. അപ്പൊ ഒന്ന് ഉറക്കെ വിളിച്ചേ. അപ്പോൾ ചേച്ചി പറഞ്ഞു ആർപ്പോ ഹീറോ മാത്രമാണ് സമ്മാനം എന്ന്. അങ്ങനെയല്ല, ബാർബി കിറ്റ് ആണ് സമ്മാനമായിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇത്തിരി പൊന്നു മിന്നമെല്ലാം പൊണ്ണല്ല കണ്ണാൻ തുമ്പി കഞ്ചന തുമ്പി കാലിൽ കേട്ടത് പാട്ടല്ല.
നല്ലൊരു കയ്യടി കൊടുത്തേ. ഇത്രയും നന്നായിട്ട് പാട്ട് പാടിയ കുഞ്ഞുവാവയ്ക്ക് കയ്യടി. മിന്നന്നല്ലേ വാവയുടെ പേര്? നന്നായിട്ട് പാടി നമ്മുടെ മിന്നക്കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാവേലി തമ്പുരാനെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പം എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. നമുക്ക് വേണ്ടിയിട്ട് ബിനോജ് ചേട്ടനാണ് പാട്ട് പാടാൻ പോകുന്നത്. ഏത് പാട്ടാ ചേട്ടൻ പാടാൻ പോകുന്നത്? ഉത്രാടപ്പൂനിലാവേ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവുള്ളാൻ, ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ, ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ. അപ്പൊ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് വളരെ നല്ലൊരു പാട്ടാണ് പാടിയത്. ചേട്ടൻ നല്ലൊരു കൈയടി കൊടുത്ത എല്ലാരും. അപ്പൊ സുകുമാവേലി, നമുക്കിനി ഒരു ഡാൻസ് കാണാം അല്ലേ? പ്രീ സ്കൂളിലെ ടീച്ചേഴ്സാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓരോ ഓണ ഡാൻസ് കളിച്ചത്. അപ്പം കളിച്ച ടീച്ചേഴ്സിൻ്റെ പേരൊന്ന് പറഞ്ഞേ. അഞ്ചു, ഗീതു. അഞ്ചു ടീച്ചറും ഗീതു ടീച്ചറുമാണ് നമുക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചത്. നന്നായിട്ട് കളിച്ചു. താങ്ക് യു സോ മച്ച്. വെറൈറ്റി ഡാൻസ് ആയിരുന്നു. ആദ്യമേ മക്കളുടെ ഡാൻസ് കണ്ടു, പിന്നെ അമ്മമാരുടെ ഡാൻസ് കണ്ടു, പിന്നെ ടീച്ചേഴ്സിന്റെ ഡാൻസ് കണ്ടു. അതെ, വെറൈറ്റി തന്നെയായിരുന്നു. എന്തായാലും നല്ലൊരു കൈയടി നമുക്ക് ഇവർക്ക് കൊടുക്കാം. അപ്പൊ എന്തായാലും ഏഞ്ചൽ കിഡ്സിലെ MD ടീച്ചർ അല്ലെ, MD ആണ് വീണ ടീച്ചർ. അപ്പൊ ടീച്ചർക്ക് ഈ അവസരത്തിൽ എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് നന്ദി പറയുകയും ഓണാശംസകളെല്ലാം അറിയിച്ച ടീച്ചറിന് ഞങ്ങൾ കൊച്ചു ടിവിയുടെ പേരിൽ ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്.